സഭയാണെങ്കിൽ അനങ്ങാൻ കോഴി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും പെട്ടെന്നില്ല. ബാലഗോപാലിന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്നു. കാരണം ഞാനവിടെ നിന്നല്ലേ 20 വർഷം ഇവരുടെ കൂടെ. പിണറായി സഖാവിന് തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ, കൂടെ ഉണ്ടായിരുന്നവർ കൂടി അടി കൊടുത്തു തുടങ്ങിയവരുടെ അടിയുടെ പൂരം ഏകദേശം തീരുമാനമായി. ആ ഇടിന്റെ വക ഒരു വശത്ത്, പിന്നെ ഇപ്പുറത്ത് രക്ഷാപ്രവർത്തനം തന്നെ നവകേരള ടൂറത്തിന്റെ മറുവശത്ത്, ഇപ്പം സുധാകരൻ സാറിന്റെ വക മറ്റു 2 പെരട്ടലും കൂടി. സുധാകരൻ സാറ് വീണ്ടും നല്ല ഫോമിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ സഭയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഇന്ന് നല്ല ഫോമിലാണ്. അദ്ദേഹത്തിന്റെ അമ്പലപ്പുഴത്തെ MLA ഓഫീസുമായിട്ട് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം മൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് അടിച്ചങ്ങോട്ട് വിട്ടത് കേട്ടാൽ ചിരിയും വരും. എന്നാൽ ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. മലയാളികൾ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. പറയുന്നത് പിണറായി വിജയൻ സഭയിൽ ഇരിക്കുന്നത് നനഞ്ഞ കോഴിയെ പോലെയാണ് എന്നാണ്. അതായത് സുധാകരൻ സാറിന്റെ പുതിയ കണ്ടെത്തലാണ്. പണ്ട് സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന ആളാണ് പിണറായി വിജയൻ, ഇരട്ടച്ചങ്കൻ. ഇപ്പൊ പ്രതികരിക്കാൻ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ സഭയുടെ ഒരു മൂലക്കിൽ ഇരുന്നു കൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. VD സതീശൻ എഴുന്നേറ്റ് 2 വർത്താനം പറയുമ്പോൾ അതിൽ ചൂളി അനങ്ങാതിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയാണെന്ന് പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, അന്നത്തെ ധനമന്ത്രി, കഴിഞ്ഞ മന്ത്രിസഭയിൽ ധനമന്ത്രി KN ബാലഗോപാലിനെ കൊടുത്തു ഒരു കൊട്ട്. അദ്ദേഹം ഇപ്പോ സഭയിൽ ഇരിക്കുമ്പോൾ പഴയതുപോലെ ഒരു മിണ്ടാട്ടം ഇല്ല. ഇടതുപക്ഷത്തിന് വേണ്ടി എഴുന്നേറ്റുന്ന എന്തെങ്കിലുമൊക്കെ 1-2 വാക്ക് ആഞ്ഞ് സംസാരിക്കാൻ ഇപ്പോൾ അവിടെ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ഒരാള്, അയാൾ കൂടി ഈ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യുക? ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സഭയിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് ആഞ്ഞ് സംസാരിക്കാൻ അവിടെ ഒരുത്തനുമില്ലാത്തൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത്. ഒരു പരിതാപം കൂടിയുണ്ട് അദ്ദേഹത്തിന്. തോമസ് ഐസക് എങ്ങാനും ഇനി സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേനെ എന്ന് അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചിട്ട് ഒരു തകർപ്പൻ ഒരു ഉപദേശവും കൂടി അദ്ദേഹത്തിന്റെ വക. സുധാകരൻ സാറ് പറയുന്നത് ഇടത്തോട്ട് മുണ്ടെടുത്താൽ ഇടതുപക്ഷവും വലത്തോട്ട് മുണ്ടെടുത്താൽ വലതുപക്ഷവും ഒന്നും ആവൂല. സുഹൃത്തുക്കളെ, അതിന് ചില ആശയങ്ങൾ വേണം, അത് പ്രാവർത്തികമാക്കണം. പണ്ട് പിണറായി വിജയൻ അമ്പലപ്പുഴയിൽ വന്നിട്ട് പ്രസംഗിച്ചത് സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിലേക്ക് പോകും എന്നാണ്. അതിന് സുധാകരൻ കൊടുത്ത മറുപടി, ഇന്ന് കേരളത്തിന് പുറത്ത് CPM-ന് എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ഊന്നുവടിയാണ്, അതിൽ പിടിച്ചാണ് ഇപ്പോൾ സത്യത്തിൽ ഈ CPM നിൽക്കുന്നത് എന്നാണ്. VD സതീശനെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സഭയിൽ ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. 10 വർഷം സഭയെ അടക്കി ഭരിച്ചിട്ടുള്ള പിണറായി വിജയന് എന്ന് മിണ്ടാൻ പറ്റുന്നില്ല. സഭയിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ കണ്ടാൽ തനിക്ക് സങ്കടം തോന്നുകയാണെന്നും പാർട്ടിയുടെ ക്രെഡിബിലിറ്റി പോയ പോക്ക് ഈ അടുത്തങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് സുധാകരൻ സാറ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വേദിയിൽ KC വേണുഗോപാൽ അതേപോലെ മറ്റുള്ളവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് തന്റെ പഴയ സ്വന്തം പാർട്ടിക്കാരെ സുധാകരൻ സാറങ്ങൾ വലിച്ചു കീറി പഞ്ഞിക്കിട്ട് അരച്ച് തേച്ച് ചുമരിൽ ഒട്ടിച്ചു എന്ന് പറയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു പറഞ്ഞു, ആദ്യം തന്നെ ഡൽഹിയിലായാലും ഇവിടെ ആയാലും KC വേണുഗോപാൽ അത് ബദ്ധശ്രദ്ധരായി. അത് മാത്രമല്ല, ഇലക്ഷന് പൈസ വേണ്ടേ? ഞാനൊരു നയാ പൈസ ആരോടും പിരിക്കാൻ പോയില്ല. കുറച്ച് പൈസയൊക്കെ തന്നു. അദ്ദേഹവും വളരെ ജനാധിപത്യപരമായ ഭാരതത്തിൽ കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും അദ്ദേഹം പല സഹായങ്ങളും ചെയ്തു. തുടർന്ന് സാമ്പത്തിക സഹായവും ചെയ്തു. ഞങ്ങളുടെ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ആ കൂട്ടത്തിൽ ഓഫീസ് സെക്രട്ടറിയായ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ്. സനലിന്റെ കയ്യിൽ അദ്ദേഹം ഈ ഇവിടുത്തെ ഇലക്ഷനുകളുടെ ചെലവ് കൊടുത്തു. അതുകൊണ്ടുകൂടിയാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആ നിലയിൽ അമ്പലപ്പുഴ ജയിച്ചിരിക്കണം എന്ന ഉറച്ച വിശ്വാസത്തിലും ഉറച്ച അഭിപ്രായത്തിലും ഉറച്ചു നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ അമ്പലപ്പുഴയുടെ വിജയത്തിൽ ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ചെയ്തു. അതിൽപ്പെട്ട മറ്റു പാർട്ടികളും ചെറിയ പാർട്ടികളൊക്കെ ഇവിടെ ചെയ്തു. ഒപ്പം നിഷ്പക്ഷരായ ഒരുപാട് വോട്ടർമാർ വോട്ട് ചെയ്തു. അതിനെയാണ് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നത്. ഇതൊന്നും വിശകലനം ചെയ്യാനുള്ള കഴിവ് CPM നേതൃത്വത്തിലില്ല. ഇനി അടുത്ത കാലത്ത് ഉണ്ടാവാനും പോകുന്നില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറയുക. ഞാൻ കയ്യടി കയറ്റാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യമാണ് പറയുന്നത്. കാരണം ഇത് 3 തലമുറ എടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്താൻ കഴിയുന്ന ഒരാളിന്റെ പേര് പറ. 3 തലമുറ എടുക്കുന്ന അപ്പോൾ ഒരാളുടെ പേര് പറ. ഈ കേരളം അംഗീകരിക്കുന്ന ഒരു യുവജന നേതാവിന്റെ പേര് പറ. ഒരു വിദ്യാർത്ഥി നേതാവിന്, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി നേതാക്കന്മാരായിരുന്നു. കേരളം മൊത്തം അറിയുമായിരുന്നു. കേരളം മൊത്തം ഞങ്ങളെ അറിയുമായിരുന്നു. ഞങ്ങൾ പോരാടുമായിരുന്നു. പ്രതിബദ്ധതയോടെയാണ്. 63 വർഷം ഞാൻ പാർട്ടി ഒരു നിമിഷം പോലും പാർട്ടിയെ വഞ്ചിച്ചിട്ടില്ല. 63 എല്ലാ ഉത്തരവാദിത്തവും നിർവഹിച്ചു. എന്നിട്ടതെല്ലാം കിട്ടിയിട്ട് അതുകൊണ്ട് അവരുടെ സൗജന്യമാണ്. ഇപ്പൊ ഇങ്ങനെ ആയില്ല എന്ന് ചോദിക്കും. ഒന്നും കിട്ടുന്നതല്ല. ഈ നാട്ടിൽ അതിൽ കൊള്ളാവുന്നവരെ ചിലപ്പോൾ CPM നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർത്തി ജയിച്ചു.
CPM എന്നെ എതിർത്തിട്ടുണ്ട്. എന്റെ ഭൂരിപക്ഷം കൂടി 23,000 ആയിരുന്നു, ഇപ്പോൾ 22,000. അതെങ്ങനെ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ ക്രെഡിബിലിറ്റി പോയി CPMന്റെ ക്രെഡിബിലിറ്റി പോയി. CPM തന്നെയുള്ള ഒരു 10,000 വോട്ട് എനിക്ക് വോട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ 70,000 വോട്ട് കിട്ടാനാണ്. ഒരുപാട് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സുവർണ കാലമാണ് കേരളത്തിൽ. ഭരണമുള്ളതുകൊണ്ട് ഞാൻ പറയല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ കണ്ടു. മുമ്പ് ഞാനിവരെ കണ്ടിട്ടേ ഇല്ല. എത്ര സ്ത്രീകളാണ്, യുവതികൾ കോൺഗ്രസ് പ്രവർത്തകരായി ചുറ്റുപാടും ഉണ്ടായിരുന്നത്. അപ്പോൾ കോൺഗ്രസിന് നല്ല കാലം മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ വന്നു തുടങ്ങി വീണ്ടും വരാം. അപ്പോൾ ഇവിടെ കേസി പറഞ്ഞതുപോലെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചു നിന്ന് അധികാരം ഉള്ളപ്പോഴും ഇല്ലാത്ത അതിന്റെ പുറകെ പോകാതെ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സ്വന്തം ഐഡിയോളജി ഉറച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് കേരളം ഇനിയും അധികാരത്തിലിരിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ മാറി, എന്നെ ആരും പുറത്താക്കിയതല്ല, ഞാൻ രാജിവെച്ചതുമല്ല. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ട മാർച്ച് മാസത്തിൽ ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഷാജു ജില്ലാ കമ്മിറ്റിയിലാണ്. അത് നമ്മൾ കോൺഗ്രസിലായിരുന്നു, JS-ലായിരുന്നു, CPM-നെ തോൽപ്പിച്ച് MLA ആളാണ് 2 തവണ. അതിന് വേണ്ടി പറയും ഒരക്ഷരം എഴുതേറ്റത് ഡിഫൻഡ് ചെയ്യണം. പൊങ്ങിയില്ല മേലോട്ട് ഒരക്ഷരം. സാധാരണ വലിയ വാദമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും, ഇപ്പോഴത്തെ മന്ത്രി പറയും, പഴയ മന്ത്രി പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. 2 രൂപയുടെ പാക്കറ്റിൽ കൈയിട്ട് ഐസ കുറേയൊക്കെ പറയുമായിരുന്നു. മനസ്സിലായില്ലാത്ത നേരത്തെ എപ്പോഴും പ്രതിപക്ഷത്തിനാണെങ്കിലും ഐസക്ക് ഇതൊക്കെ പറഞ്ഞു നിൽക്കും. അതുമില്ല, മിണ്ടാട്ടമില്ല. എനിക്ക് സങ്കടം തോന്നി. അതിൽ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലായിരുന്നു, എഴുതാറ്റത് ശരിയുള്ളത് പറയണം എന്ന് തോന്നുന്നത് എനിക്ക് ആനന്ദന പറയുന്നത് ഞാൻ പറയാൻ പോയില്ല. അല്ല, കാരണം നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല. ഇവർക്കാർക്കും അതറിയില്ല. അത് പറഞ്ഞ് തിരുത്താമായിരുന്നു. അത് അവര് UDF ഭരണകക്ഷിയിൽ അംഗീകരിക്കും. പക്ഷെ പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സാഹേബാണെങ്കിൽ നനഞ്ഞ കോഴി കൊണ്ടിരിക്കുകയാണ്. ഒന്നും പെട്ടെന്നില്ല. ബാലഗോപാലിന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്ന കാരണം ഞാനവിടെ ഇരുന്നതല്ലേ 20 വർഷം ഇവരുടെ കൂടെ ഇരുന്നതല്ലേ. അവസാനം എന്താ എന്റെ അച്ഛനെ വിളിക്കുക? നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ വിളിച്ചോണ്ട്? അത് മാത്രമല്ല, ദീർഘകാലമായിട്ട് തന്നെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായി. കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. വളരെ സന്തോഷം. Different angles. Don't forget to subscribe and support this channel.